ഫാത്തിമ എന്ന് പറയുന്ന സ്ത്രീ, എൻ്റെ ഉമ്മാരെ ഫോൺ വിളി. എൻ്റെ മോളെ എൻ്റെ പടച്ചോനാണ് സത്യം. എൻ്റെ വല്ലാഹിദ ഈ വയറ്റിൽ കിടക്കണ പൊന്നു കുഞ്ഞാണേ സത്യം. എൻ്റെ മരിച്ചുപോയ പൊന്നു മോനാണേ സത്യം. എൻ്റെ മോക്ക് ഉമ്മച്ചീരെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. വല്ലാഹി സത്യം, എൻ്റെ പൊന്നു മോക്ക് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. എൻ്റെ മോളെ കൈ പിടിച്ച് ചേർത്തിട്ടേ ഉള്ളൂ. എൻ്റെ മോളെന്ന് മാത്രമല്ല, ഈ കുരുന്ന് മക്കളെ എല്ലാവരും. അപ്പം ഷാനിൻ്റെ ഒരു നോട്ടം എൻ്റെ മോളിൽ എത്തിയിട്ടില്ല. അങ്ങനെ ഒരു കള്ളം പറഞ്ഞത് കള്ളമാണെന്ന് തെളിഞ്ഞാൽ, ഇത് സത്യമാണെന്ന് പറഞ്ഞാൽ എന്ത് ശിക്ഷ ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. കാരണം എൻ്റെ സാമീപ്യമില്ലാതെ ഷാനിൻ്റെ അടുത്ത് എൻ്റെ മക്കൾ പോയിട്ടില്ല. ഞാൻ 24 മണിക്കൂറും വീട്ടിനകത്ത് കറങ്ങുന്ന ഒരു കുട്ടിയാണ്. അപ്പം എനിക്കറിയില്ല, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഷാൻ ഇവിടെ ഇല്ല. ഷാൻ 12 മണിക്ക് തെളിവ് പബ്ലിക്ക് കിടപ്പുണ്ട്. 12 മണിക്കാണ് ഷാൻ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോഴൊക്കെ മസ്റൂർ അപ്പുറത്താണ് കിടക്കുന്നത്. എൻ്റെ ഉമ്മയൊക്കെ ഇപ്പോഴാണ് 1 മാസം കൊണ്ടാണ് ഇവിടെ കയറി വന്നത്. കുട്ടി പറഞ്ഞാലും സത്യാവസ്ഥ പറയുമല്ലോ. കൗൺസിലിങ് ചായ ഇടാം, അമ്മച്ചി ചായ ഇടാം. അപ്പം സത്യാവസ്ഥ കുട്ടി പറയുമല്ലോ. എന്തായാലും ഷാൻ എപ്പോൾ പിടിച്ചു, എന്ന് പിടിച്ചു, എങ്ങനെ പിടിച്ചു, അങ്ങനെ ഒരു മൊഴി കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് പബ്ലിക്കിൽ വന്ന വിഷയം എൻ്റെ ഉമ്മാരെ ഫോണിൽ നിന്ന് പോയതാണ്. കാരണം മൊഴി കൊടുത്ത കാര്യം എൻ്റെ ഉമ്മയ്ക്കും മസ്റൂറ മോൾക്കുമേ അറിയാവൂ. ഞാൻ ചോദിച്ചിട്ടില്ല മോളടുത്ത് എന്താണ് കൊടുത്തതെന്ന്. നമ്മൾ പോയിട്ടില്ല, ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന ഈ വിഷയം ഞാൻ ഇന്നലെയാണ് അറിയുന്നത്. ആ കുട്ടിയെ കൗൺസിലിംഗ് ചെയ്താൽ ഉറപ്പായും അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. ഇന്നെന്തായാലും കൗൺസിലിംഗ് അല്ലേ, ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഒരു മോൾ ഇവിടെ വന്ന് ഇക്ക മോളെ പിടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അങ്ങനെ എന്നുണ്ടെങ്കിൽ മോള് പറഞ്ഞത് സത്യം തെളിയണം. മോള് വെറുതെ പറഞ്ഞാൽ പറ്റൂല, സത്യമായിട്ട് തെളിയണം ഉദ്യോഗസ്ഥന്മാർക്ക്. കാരണം മോൾ ഇവിടെ വന്നിട്ടില്ല. മോളെ ഞാൻ വിളിക്കുമ്പോൾ മാത്രമേ മോൾ ഇവിടെ വരുള്ളൂ. ഇപ്പോൾ ഈ പ്രശ്നത്തിന് ശേഷം മോൾ അപ്പുറത്ത് തന്നെയാണ് നമ്മൾ കൂടുതലും നിർത്തിയിരിക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല. കാരണം ഈ രായം വന്ന് കേക്ക് മുറിക്കുന്ന സമയത്ത് അവൻ്റെ എന്തോ തട്ടി എന്ന് പറഞ്ഞിട്ട് അവളൊരു ഷോർട്ട് വീഡിയോ, എന്തായാലും ഇത് ചെറുക്കന്മാരല്ലേ, ഇവിടെ തട്ടിയാലും പിടിച്ചാലും ഒന്നും ഒരു കുഴപ്പമില്ല. സത്യം ജയിക്കട്ടെ, സത്യം ജയിക്കണം. ചില പെണ്ണുങ്ങൾക്കുള്ള സൂക്കടാ ഈ വീട്ടിൽ അവനവൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതെല്ലാം കൊണ്ടുവന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വിളമ്പൽ. അതിലൊന്നാണ് ഇവൾ. ഇതിനെപ്പോലത്തെ ഒന്നുണ്ട് ഷാജിദ ഷാജി. അതിപ്പോൾ കുറച്ച് സൈഡായിട്ടുള്ളത്. ഇപ്പോൾ ഇവൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു കള്ളു കുടിക്കുന്ന ഭർത്താവ്, അയാൾ കള്ളും കുടിച്ച് വന്നാൽ ഇവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കെട്ടും കെട്ടി അയാൾ പറഞ്ഞേക്കും. അയാളെ കള്ളും വെള്ളമെല്ലാം കുടലിന് ഇറങ്ങിയിട്ടാകുമ്പം ആദ്യം തിരിച്ചു വരും. അപ്പോൾ ഓള് കെട്ടും മുട്ടെല്ലാം വാങ്ങിയിട്ട് ആദ്യം ഇവളപ്പര അടുപ്പിക്കും. ഇപ്പോൾ പ്രശ്നം മോളതാണ്. കാരണം ഈ കള്ളുകുടിയൻ മോളുമായിട്ട് പ്രശ്നത്തിലായത് കൊണ്ടാണ് മോളെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ചെന്ന് ഇവളെ വീഡിയോ കാണുന്ന ആൾക്കാരെല്ലാം കമൻറ്റ് ചെയ്ത് ചോദിച്ചതിനിപ്പം അവളെ മോളും ഇപ്പം തെറ്റി. അവരെ മോള് തെറ്റാൻ കാരണം ഇവളെ ഉമ്മയാണെന്നാണ് പറയുന്നത്. ഇവളെ കള്ളു കുടിക്കുന്ന ഭർത്താവിൻ്റെ അടുത്തുനിന്ന് ഇവളെ മോളെ മാറ്റി ഇവളെ സ്വന്തം ഉമ്മാൻ്റെ അടുത്തേക്ക് കൊണ്ടാക്കി. ഇവളെ ഉമ്മ അത് മുതലാക്കി അത്രയാണ്. കാരണം കുട്ടീൻ്റെ ഉപ്പാനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പം കുട്ടി ഉപ്പാനെപ്പരം പോയി എന്നാണ് ചില വീഡിയോയിലെല്ലാം കമൻസിലൂടെ ഞാൻ കാണുന്നത്. പക്ഷെ ഇവൾ പറഞ്ഞനോ ഇല്ലോ എന്ന് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇവളെ വീഡിയോ ഒന്ന് മനസ്സിലാകുന്നത് ഇവൾ കുട്ടിക്ക് വേണ്ടിയിട്ട് പോരാടുന്നു. ഞാൻ വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നെല്ലാം ഇവൾ പറയുന്നുണ്ട്. ഇവളുടെ മോളോട് ഈ ഷാൻ എന്ന് പറയുന്ന ഇവൾ ഇപ്പോഴത്തെ കള്ളുടിയനായ കെട്ടിയവൻ മോശമായിട്ട് പെരുമാറിയെന്നാണ് ഇപ്പോൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇവൾ പറയുന്നത് മോശമായിട്ട് അയാൾ അവളോട് പെരുമാറിയിട്ടില്ല, ഞാൻ എല്ലാ സമയവും ഇവിടെ ഉണ്ടാകലുണ്ട് എന്നാണ് ഇവൾ പറയുന്നത്.